എന്തുകൊണ്ടും മലയാള മനോരമ വി.ഡി. സതീശന് അർഹമായ ഒരു ഒരു വരവേൽപ്പ്, ഒരു വരവേൽപ്പാണ് ഈ പത്രത്തിലൂടെ, രൂപകൽപ്പനയിലൂടെ, അതിൻ്റെ ദൃശ്യ സമ്പന്നതയിലൂടെ ഒക്കെ നൽകിയിരിക്കുന്നത്. വി.ഡി. മിന്നൽ എന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പണ്ട് മിന്നൽ പിണറായി എന്നൊരു തലക്കെട്ട് മനോരമയാണ് കൊടുത്തത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മിന്നൽ പിണറായി അധികാരത്തിൽ എത്തുന്ന എത്തിയ ആ ദിവസമാണ് തോന്നുന്നു മിന്നൽ പിണറായി എന്ന ഒരു തലവാചകം കൊടുത്തത്. പക്ഷേ പിണറായി അത് കൊണ്ടുപോയി കുളമാക്കി. അത് വേറെ കാര്യം. ഇവിടെ വിടിമിന്നൽ അങ്ങനെ പറയാം അല്ലെ, ഇടിമിന്നൽ എന്നൊക്കെ തോന്നിപ്പിക്കും വിധത്തിൽ വിടിമിന്നൽ എന്നാണ് തലക്കെട്ട്. അങ്ങനെ പിണറായി വിജയന്റെ 10 വർഷം നീണ്ട ഇരുണ്ട കാലത്തിന്റെ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ നമുക്ക് മറക്കാം. ഇനി ഒരു പുതുയുഗമാണ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുയുഗമാണ് വരാൻ പോകുന്നത് എന്ന് എല്ലാവർക്കും, ഇത് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, മുസ്ലിം ലീഗിനും ഇതിലെ ഘടകകക്ഷികൾക്ക് എല്ലാവർക്കും, അതിന് പുറമെ സി പി എമ്മിലെ നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കും ഏറെ പ്രതീക്ഷയുണർത്താൻ പോകുന്ന ഭരണമായിരിക്കും സതീശൻ ആൻഡ് ടീം UDF നിർവഹിക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ്. കാരണം സതീശനെ കേരളത്തിന് അറിയാം. സതീശനെ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ വിളിച്ചില്ല എങ്കിലും കൈവിരൽ ചൂണ്ടിക്കൊണ്ട് പിണറായി വിജയന്റെ ഓരോ തെമ്മാടിത്തങ്ങളെയും അക്കമിട്ട് പ്രതിരോധിക്കുകയും എതിർക്കുകയും ചെയ്ത വി.ഡി. സതീശൻ, ഏറ്റവും രസകരമായ വസ്തുത, വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായി വരുന്നത് അന്നത്തെ മുഖ്യമന്ത്രി, തെമ്മാടി മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തെമ്മാടി പ്രതിപക്ഷ നേതാവായി മാറുന്ന ഒരു ദയനീയ കാഴ്ച, അല്ലെ, ലജ്ജാവഹമായ കാഴ്ച കൂടിയാണ് കേരളം കാണാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ആണിയും ശവപ്പെട്ടിയിൽ അടിച്ച ശേഷമേ താൻ മാറൂ എന്നാണ് പിണറായി വിജയന്റെ തീരുമാനം. നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയിട്ട് കൂടി ആ മനുഷ്യൻ പിന്മാറുന്നില്ല കേട്ടോ. കാരണം പിണറായി വിജയൻ വീണ്ടും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് പിണറായി വിജയനെ ആരും തിരഞ്ഞെടുത്തതല്ല, പിണറായി വിജയനെ തിരഞ്ഞെടുത്തത് പിണറായി വിജയൻ തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ കരുതും, ഇതില് വാർത്തയുണ്ട്, പ്രതിപക്ഷത്തെ പിണറായി നയിക്കും. ഒരു കോമഡി വാർത്തയാണ്. അതിങ്ങനെയാണ്: CPM നിയമസഭാ കക്ഷി നേതാവായി പിണറായി വിജയനെ CPM സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുത്തു. CPM സംസ്ഥാന കമ്മിറ്റി നേതാവ് പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഒരു വാക്ക് പറഞ്ഞാൽ എതിർക്കാനുള്ള ആംബിയറുള്ള ഒരാൾ പോലും സംസ്ഥാന കമ്മിറ്റിയിലില്ല. അപ്പൊ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്രേ. പിണറായി പറഞ്ഞു ഞാൻ. അപ്പൊ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു ആയിക്കോട്ടെ, അങ്ങുന്നായിക്കോ, ഓംബ്രാന്ന് ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു. കാരണം പിണറായി പേടി എന്ന് അവസാനിക്കുമോ അന്നേ CPM രക്ഷപ്പെടും കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കാരണം തോറ്റ പിണറായിയെയും പിടിച്ച് പുറത്താക്കണോ, അതാ വേണ്ടത്. അതല്ലാതെ ഈ എന്താ പറയാ വൃത്തികെട്ട ഈ ഇനിയും പറഞ്ഞ് ഞാൻ ഇന്നത്തെ ദിവസം കോളമാക്കുന്നില്ല. ഈ വാർത്ത, അതായത് പിണറായി വാർത്തയുടെ ബാക്കി എന്താണെന്ന് അറിയോ? പിണറായി തന്നെ പ്രതിപക്ഷ നേതാവാകട്ടെ എന്ന നിർദ്ദേശം കേരള നേതൃത്വം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ വെച്ചിരുന്നു. കേരള നേതൃത്വം എന്ന് പറഞ്ഞത് പിണറായി തന്നെ. ഇവിടെ വെച്ചിരുന്നു, പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ വെച്ചിരുന്നു. PB-യിലെ പ്രമുഖൻ പിണറായി തന്നെ. അപ്പൊ പിണറായി അങ്ങനെ തീരാറായി തീർന്നു CPM. അങ്ങനെ CPM തീർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയും കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം കേരളത്തിൽ എന്താ പറയാ വീണ്ടും ശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു യുഗ ആരംഭം, അല്ലെ, യുഗ സമാരംഭമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ് മലയാള മനോരമ ഈ ഒരു ഒന്നാം പേജ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉള്ളില് മധുരാരവമായി VDS മധുരം വിളമ്പി ആഹ്ലാദ പ്രകടനം നടത്തി കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ള ഒരു വാർത്തയാണ് രണ്ടാം പേജിലുള്ളത്. അതിന്റെ കൂടെ തന്നെ പുതുയുഗ പ്രതീക്ഷയിൽ ജില്ലയിലെ ജനപ്രതിനിധികൾ അഭിപ്രായം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഒന്നാം പേജാണ് ജന കമാൻഡ് എന്നാ പറയുന്നത് കേട്ടോ. എന്താണ് ജന കമാൻഡ്? ഒടുവിൽ കോൺഗ്രസ് ചെവിക്കൊണ്ടു. ജന കമാൻഡ്. സതീശൻ അനുകൂലമായി ഹൈക്കമാൻഡ് പരിഗണിച്ച ഘടകങ്ങൾ അതുകൂടി നമുക്ക് നോക്കാം.
സതീശന് അനുകൂലമായി ഹൈക്കമാൻഡ് പരിഗണിച്ച ഘടകങ്ങളാണ്. ഒന്ന്, കേരളത്തിൽ പാർട്ടിക്ക് നൽകിയ പ്രത്യയശാസ്ത്ര വ്യക്തത. അത് ഏറ്റവും പ്രധാനമാണ്. കോൺഗ്രസിന് ഒരു പ്രത്യയശാസ്ത്ര വ്യക്തത സതീശൻ നൽകി. രണ്ടാമത്തത്, 5 വർഷം പാർട്ടിയിലും UDF-ലും നൽകിയ നേതൃ മികവ്. ആർക്കും അത് അവഗണിക്കാൻ പറ്റില്ല. മൂന്നാമത്തത്, ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സാഹചര്യം കോൺഗ്രസിന് നല്ലതാകില്ലെന്ന തിരിച്ചറിവ്. KC ആണെങ്കിൽ ആലപ്പുഴയിൽ MP സ്ഥാനത്തേക്ക് ഉപതെരഞ്ഞെടുപ്പ് വേണമായിരുന്നു. അതില് കോൺഗ്രസ് രക്ഷപ്പെടില്ല. പ്രത്യേകം ഈ പുതിയ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ കയറി വരും. പിന്നീട് ഒരു നിയമസഭാ കക്ഷി ഈ MLA സ്ഥാനത്തിന് വേണ്ടിയിട്ട് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടത്തേണ്ടി വരും. അപ്പൊ തീർച്ചയായും കോൺഗ്രസിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകും, തൊഴുത്തിൽ കുത്തുണ്ടാകും, കാലുവാറിലുണ്ടാകും, ഒക്കെ ഉണ്ടാകും. അപ്പോൾ ജയിക്കുമെന്നുള്ള ഒരു ഉറപ്പില്ല. അങ്ങനെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഏതായാലും ഹൈക്കമാൻഡ് തയ്യാറായില്ല. ഉപതെരഞ്ഞെടുപ്പുണ്ടാകുന്ന സാഹചര്യം കോൺഗ്രസിന് നല്ലതാകില്ലെന്ന തിരിച്ചറിവ്. ഏതായാലും ഹൈക്കമാൻഡിന് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായി എന്നുള്ളത് നല്ല കാര്യം. മറ്റൊന്ന്, ഘടകകക്ഷികൾ സതീശന്റെ നേതൃത്വം ആവശ്യപ്പെട്ടത്, അത് ഏറ്റവും പ്രധാനമാണ് കേട്ടോ. ലീഗ് ഉൾപ്പെടെ എന്നല്ല, ലീഗാണ് ഏറ്റവും പ്രധാനമായ, മുസ്ലിം ലീഗാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി സതീശനായിരിക്കണം മുഖ്യമന്ത്രി എന്ന് പറയുന്ന ജനവികാരത്തെ ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിച്ചത് ലീഗായിരുന്നു. പിന്നീട് എന്താണ്, AK ആന്റണി കേരളത്തിലെ സാഹചര്യം സംബന്ധിച്ച് നൽകിയ ഉപദേശം, AK ആന്റണിയുടെ ഉപദേശവും ആ വഴിക്കായിരുന്നു. KPCC മുൻ അധ്യക്ഷരായ VM സുധീരൻ, K മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുടെ ഉറച്ച നിലപാട്, അതും VD സതീശന് സഹായകമായി. പിന്നീട് സതീശന്റെ പ്രായം പാർട്ടിയുടെ ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ടായി കണക്കാക്കിയത്. ഇതൊക്കെയായിരുന്നു VD സതീശനെ തിരഞ്ഞെടുക്കാൻ അവസാന നിമിഷം ആരെ പ്രേരിപ്പിച്ചത്? ഹൈക്കമാൻഡിനെ പ്രേരിപ്പിച്ചത്. ഉറച്ച പിന്തുണ മെറിറ്റിന് സതീശന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് ആദ്യം തൊട്ടേ പിന്തുണ നൽകിയത് VD സതീശന് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്റ്റോറി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവം. അതാണല്ലോ ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിസഭാ രൂപീകരണത്തിനായുള്ള അതിവേഗ ചർച്ചകളിലേക്ക് കോൺഗ്രസ് ഘടകകക്ഷികളുമായുള്ള വീതം വെപ്പ് കഴിയും വേഗം പൂർത്തിയാക്കി. ഇന്ന് തന്നെ കോൺഗ്രസ് മന്ത്രിമാരെ കുറിച്ചുള്ള ചർച്ച തുടങ്ങാനാണ് ആലോചന. മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിമാരും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും കോൺഗ്രസിനുണ്ടാകും. ഏകാംഗ കക്ഷികൾക്ക് ഫുൾ ടേം നൽകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ലീഗിന് 5 മന്ത്രിമാർ ഉണ്ടാകാനാണ് സാധ്യതയല്ല. മിക്കവാറും ലീഗിന് 5 മന്ത്രിമാർ ഉണ്ടാവണം. കാരണം അവർക്ക് അതിന് അർഹതയുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, PK ബഷീർ എന്നിവർ ഉറപ്പിച്ചു. ബാക്കി 2 മന്ത്രിസ്ഥാനങ്ങളിലേക്ക് KM ഷാജി ഏതായാലും നമുക്ക് ഉറപ്പിക്കാം. KM ഷാജി, പിന്നെ ആരാണ്, പാറക്കൽ അബ്ദുള്ള, MKM അഷ്റഫ് എന്നിവരാണ് പരിഗണനയിലുള്ളത്. അങ്ങനെ പോകുന്നു ആ വാർത്ത. ഇനിയാണ് രണ്ട് മഹാരഥന്മാരുടെ നിലപാടുകളെ, അതായത് മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് നമ്മുടെ സുകുനായർ കട്ടപ്പ നായർ പറയുന്നു. മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ല, നമ്മൾക്ക് രമേശ് ചെന്നിത്തലയെ വേണമായിരുന്നു. അങ്ങനെ കട്ടപ്പ നായർ പറയുന്നു, രമേശ് ചെന്നിത്തലയെ ആയിരുന്നു ആക്കേണ്ടത് VD സതീശൻ എന്ന് പറഞ്ഞാൽ VD സതീശൻ രമേശ് ചെന്നിത്തലയെ പോലെ സുകുനായരുടെ മുന്നിൽ രമേശ് ചെന്നിത്തലയെ പോലെ മുട്ടിലിഴയില്ല. അതുകൊണ്ട് തന്നെ കട്ടപ്പ നായർക്ക് താല്പര്യം രമേശിനോടായിരുന്നു. അപ്പൊ രമേശിനെ ആക്കണമെന്നുള്ള രീതിയിൽ സുകുനായർ അവസാനം ഒരു കളി കളിച്ചു. അങ്ങനെ സുകുനായരും പരാജയപ്പെട്ടു. പിന്നെയാണ് നമ്മളെ വെള്ളാപ്പള്ളിക്ക് നേരത്തെ VD സതീശനെ കണ്ടുകൂടാ. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യം എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അതിന് കൂടെ വെള്ളാപ്പള്ളി പറയുന്നു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് എന്നും ഈ വിഷയത്തിൽ NSS ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം അനവസരത്തിലായി എന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭൂരിപക്ഷം MLA-മാരും പിന്തുണച്ചിട്ടും KC വേണുഗോപാലിനെ വെട്ടിയതിന്റെ കാരണം അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രമല്ല വകുപ്പിലും ഭരണത്തിലുമെല്ലാം മുസ്ലിം ലീഗ് പ്രാധാന്യം നേടും. മെയ്വഴക്കവും പരിചയസമ്പത്തും ഉണ്ടെങ്കിലും രമേശ് ചെന്നിത്തല ഭാഗ്യദോഷിയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അപ്പൊ വെള്ളാപ്പള്ളി സുകുനായരെ പോലെ എന്താ പറയാ ഡയറക്റ്റ് ആയിട്ട് മറ്റേ രമേശ് ചെന്നിത്തല വേണം അല്ലെങ്കിൽ സതീശൻ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ വെള്ളാപ്പള്ളി കൃത്യമായി പറയുന്നു താൻ KC-ക്കൊപ്പമാണ്, താൻ രമേശ് ചെന്നിത്തലക്കൊപ്പമാണ്, VD സതീശന് ഒപ്പമല്ല എന്ന് വെള്ളാപ്പള്ളിയും പറയുന്നു. കാരണം മുസ്ലിം ലീഗ് ഭരണം കയ്യാളും, ഭരണം നിയന്ത്രിക്കും എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി ഇത് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. കട്ടപ്പ നായർ പറയുന്നത് ഇങ്ങനെയാണ്, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തതിൽ ജനാധിപത്യ മാനദണ്ഡങ്ങളും കീഴ്വഴക്കങ്ങളും കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ മൂപ്പരോട് ചോദിച്ചിട്ട് മൂപ്പര് പറയും താക്കോൽ സ്ഥാനത്ത് ഇന്ന ആള് എന്ന് പറയും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ, അതൊന്നും കേട്ടില്ല. കീഴ്വഴക്കങ്ങളും പാലിക്കപ്പെട്ടില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. VD സതീശൻ മുഖ്യമന്ത്രി ആയതിലല്ല എതിർപ്പ്, തിരഞ്ഞെടുത്ത രീതി ശരിയായില്ല.
മാനദണ്ഡങ്ങൾ അനുസരിച്ച് രമേശ് ചെന്നിത്തലയായിരുന്നു മുൻപന്തിയിൽ. മാനദണ്ഡങ്ങൾ അനുസരിച്ച് രമേശ് ചെന്നിത്തലയായിരുന്നു മുൻപന്തിയിൽ എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. അങ്ങനെ വി ഡി സതീശൻ ഒരു നല്ല കീഴ്വഴക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. NSSനും SNDPക്കും അതുപോലുള്ള മറ്റ് വർഗീയ മതസംഘടനകൾക്കും അടിയറ വെക്കില്ല തന്റെ വ്യക്തിത്വം എന്ന് വി ഡി സതീശൻ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതുയുഗ പിറവിയാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലെ പേജിലെ എഡിറ്റോറിയൽ പേജിലേക്ക് പോയാൽ ജനഭാവനയിലെ ഒറ്റ നക്ഷത്രം എന്നാണ്. കാരണം വി ഡി സതീശനൊപ്പമായിരുന്നു ജനങ്ങൾ. കോൺഗ്രസ്സുകാർ മാത്രമല്ല, കോൺഗ്രസ്സുകാരും ഘടകകക്ഷി പ്രവർത്തകരും മാത്രമല്ല, ജനസാമാന്യം മുഴുവൻ വി ഡി സതീശനൊപ്പമായിരുന്നു. കാരണം അവർ കണ്ടത്, പിണറായിക്ക് പകരം അവർ കണ്ടത് സുദൃഢമായ അഭിപ്രായങ്ങളുള്ള, കർക്കശമായ നിലപാടുകളുള്ള രാഹുൽ മാങ്കൂട്ടത്തെ. നമുക്കറിയാലോ, രാഹുൽ മാങ്കൂട്ടമൊക്കെ സതീശന്റെ കൂടെ പ്രവർത്തിച്ച ആളായിരുന്നു. സതീശന് ഏറെ പ്രിയപ്പെട്ട ആളായിരുന്നു രാഹുൽ മാങ്കൂട്ടം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീ പീഡന ആരോപണം ഉയർന്നപ്പോൾ അത്രക്കും സംശുദ്ധമാണ് ആവണം തന്റെ പാർട്ടി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഏറെ വേദനയോടെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്താൻ സതീശൻ തന്റെ ഇടം കാണിച്ചു. പക്ഷേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സ്ത്രീപീഡന പരാതികളൊക്കെ കള്ളത്തരമായിരുന്നു, വ്യാജമായിരുന്നു എന്ന് വ്യക്തമായ സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കണം പാർട്ടിയിലേക്ക്. രാഹുൽ മാങ്കൂട്ടവും വേണം സതീശന്റെ കൂടെ. എങ്കിലേ കേരളത്തിന്റെ ആ പൊതുമനസ് അങ്ങയ്ക്ക് പൂർണ്ണമായ തോതിലുള്ള ഒരു പിന്തുണ നൽകുകയുള്ളൂ എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഏതായാലും സതീശൻ വരുമ്പോൾ വഴിമാറും ശീലങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഗ്രൂപ്പുകൾ പിൻബെഞ്ചിലേക്ക്, MLA-മാർക്കൊപ്പം നേതാക്കൾക്കും ശബ്ദം എന്ന് പറയുന്നു, ജനവിധിയെ മാനിക്കുന്ന തീരുമാനം എന്ന് മുസ്ലിം ലീഗ് പറയുന്നു. വി ഡി സതീശനോട് ആന്റണി പറയുന്നു, എന്റെ അനുഭവം ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവരെ അങ്ങനെ വിശ്വസിക്കേണ്ട എന്നൊക്കെ ആന്റണി ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കേട്ടോ. മുഖ്യമന്ത്രിക്കും സർക്കാരിനും എല്ലാ പിന്തുണയും എന്ന് KC പറയുന്നു. സത്യപ്രതിജ്ഞ ആഘോഷമാകും, പന്തലുയർന്നു. വേറൊരാള് പണ്ടേ പന്തലൊരുക്കിയിരുന്നു അല്ലെ. പന്തലൊരുക്കാൻ വേണ്ടിയിട്ട് ഊരാളും കല്ലും നിർദ്ദേശം നൽകിയിരുന്നു നമ്മുടെ കാരണഭൂതം. ഏതായാലും കാരണഭൂതത്തിന് അങ്ങനെ ഒരു നിയോഗമുണ്ടായില്ല. കാരണഭൂതത്തിന്റെ ഒരു പ്രത്യേക ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെയാണ് ഈ ഉള്ളിലെ പേജുകൾ. അതുകൂടാതെ സതീശൻ പറയുന്നു, ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോയെങ്കിൽ തോറ്റേനെ എന്ന് സതീശൻ പറയുന്നു. സതീശന്റെ ഒരു വലിയ ഒരു അഭിമുഖമുണ്ട്. അത് സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എഡിറ്റോറിയൽ പേജ് ആയിരുന്നില്ല നമ്മൾ നേരത്തെ കണ്ടത്, അതൊരു ഡബിൾ സ്പ്രെഡ് ആയിരുന്നു. എഡിറ്റോറിയൽ പേജിൽ വി ഡി സതീശനും വിജയ തുടർച്ചയും എന്നാണ് എഡിറ്റോറിയൽ. യാഥാർത്ഥ്യബോധത്തോടെ ആവട്ടെ മന്ത്രിസഭാ രൂപീകരണം എന്ന് എഡിറ്റോറിയലിൽ പറയുന്നു. നിലപാടിന്റെ തീ എന്നുള്ളത് ചുവന്ന അക്ഷരത്തിൽ നിലപാടിന്റെ സതീശൻ നിലപാടിന്റെ തീ എന്നുള്ള അത് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് തലക്കെട്ട് തയ്യാറാക്കിയത്. വനവാസക്കാരന്റെ പട്ടാഭിഷേകം എന്ന് സലീം കുമാർ പറവൂർക്കാരനായ സലീം കുമാർ പറയുന്നു. വനവാസക്കാരന്റെ പട്ടാഭിഷേകം. കൽപ്പറ്റ മാഷ് പറയുന്നു, ജനഹിതം പുനർജയിച്ച 11-ാം നാൾ. അതില് കൽപ്പറ്റ മാഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഗമനമുണ്ട്. അതിങ്ങനെയാണ്: ഒടുവിൽ ജനാധിപത്യത്തിന്റെ നൗക ഒരു അതിസാഹസിക യാത്രയ്ക്ക് ശേഷം സുപ്രതീക്ഷാമുനമ്പിൽ എത്തിയിരിക്കുന്നു. ഇത്രയെങ്കിലും വൈകിയിരുന്നില്ല എങ്കിൽ, ഇത്രക്ക് പ്രക്ഷുബ്ധത ഇല്ലായിരുന്നു എങ്കിൽ ആ യാത്രയ്ക്കൊരു മൂല്യമുണ്ടാകുമായിരുന്നില്ല എന്നാ പറയുന്നത്. അതായത് ഇപ്പൊ എല്ലാവരും പറയുന്നത് 11 ദിവസത്തെ കാത്തിരിപ്പ് വേണ്ടി വരുന്നു, തമ്മിൽ തല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കൽപ്പറ്റ മാഷ് പറയുന്നു, ഈ രീതിയിലുള്ള സംഘർഷഭരിതമായ ഉദ്വേഗജനകമായ 11 ദിവസത്തിന് ശേഷം ഈ സതീശനെ തിരഞ്ഞെടുത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇത്രമാത്രം ഒരു സൗന്ദര്യം ഈ ഒരു തിരഞ്ഞെടുപ്പിന് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് കൽപ്പറ്റ മാഷ് പറയുന്നത്. ആ മാഷിന്റെ അഭിപ്രായത്തെ പൂർണ്ണമായും ഞാനും പിന്താങ്ങുകയാണ്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് മലയാള മനോരമയിലെ വാർത്തകൾ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം. എല്ലാവർക്കും ഇനി കറുത്ത കുപ്പായമിട്ട് ഏത് പൊതുവേദിയിലും പ്രത്യക്ഷപ്പെടാം. ആരും നിങ്ങളെ മാരകായുധങ്ങളുമായി ആക്രമിക്കാൻ ശ്രമിച്ചു, വധശ്രമത്തിന് ശ്രമിച്ചു, കഴുകത്ത് പിടിച്ച് ഞെരിച്ചു, തിരിച്ചു, വളച്ചു, ഓടിച്ചു, ചാവേറാണ് എന്നൊന്നും പറഞ്ഞ് ആരും നിങ്ങളുടെ മേലെ കുതിര കയറില്ല. ആരും നിങ്ങളുടെ തല ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും അടിച്ചു പൊട്ടിക്കില്ല, മുട്ടൻ വടി കൊണ്ട് അടിച്ചു പൊട്ടിക്കില്ല. ആരും കടക്ക് പുറത്ത് മാറി നിൽക്ക്, വീട്ടിൽ പോയി ചോദിക്ക് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇനി മുതൽ കേരളത്തിൽ ആരും നിങ്ങളോട് പറയില്ല എന്ന വളരെ 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 ആഹ്ലാദജനകമായ ദിവസങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. എല്ലാവർക്കും ഒരുപാട്
ആശംസകൾ അറിയിക്കുകയാണ്, സന്തോഷം അറിയിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.